ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ അലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലാണെന്ന ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ അപ്പോൾ അലൈറ്റ് മോഷനിലെ വേവ് വാർപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് എഫക്റ്റ് യൂസ് ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ അതിനെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ വീഡിയോ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്ത XML ഫയലിൽ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസും ഈ ഒരു സീം ബാക്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ചാനലിലായിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ അലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ശേഷം നമുക്കിവിടെ ഉള്ള ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു 6:9 എന്നുള്ള ഈ ഒരു റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ശേഷം ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട മീഡിയത്തിലേക്ക് ഇമ്പോർട്ട് ആക്കി കൊടുക്കാം. സോ ഞാൻ ഈ ഒരു വീഡിയോ ആണ് ഇമ്പോർട്ട് ആക്കുന്നത്. ശേഷം നമുക്ക് ഈ ഒരു ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങളുടെ ഈ ഒരു സോങ്ങിനനുസരിച്ചുള്ള ഈ ഒരു ഡ്യൂറേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു നൾ ഒബ്ജക്റ്റ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് സെറ്റ് ചെയ്യുക. ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു എൻഡിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു നള്ള് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നള്ള് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നള്ള് 1 എന്നുള്ള സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു നള്ള് എന്നുള്ള ക്ലിക്ക് ചെയ്ത് മൂവ് ആൻഡ് ട്രാൻസ്ഫർ പോയിട്ട് ഈ ഒരു സൂമിൻ്റെ ഓപ്ഷനിൽ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ജസ്റ്റ് സൂം ചെയ്ത് കൊടുക്കാം. ഒരു 400 വരെ സൂം ചെയ്തിട്ട് ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു കീ ഫ്രെയിം ഇവിടെ ആഡ് ആക്കി കൊടുക്കുക. ഈ ഒരു ഗ്രാഫ് ഇവിടെ ആഡ് ആക്കി കൊടുക്കുക. ദെൻ നമുക്ക് എൻഡിലായിട്ട് ഈ ഒരു സൂം എന്നുള്ള ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. സോ ഒരു 20-30 എന്നുള്ള റേഷ്യോയിൽ കുറച്ച് കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു സ്ക്രീനാണ് ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഈ ഒരു നൈസായിട്ട് ഈ ഒരു സൂമിങ് വരുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമുക്ക് ഈ ഒരു കട്ടിൻ്റെ എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് കുറച്ച് എഫക്ട്സ് ആഡ് ആക്കാം. സോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ടൈൽസ് എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ടൈൽസ് എഫക്റ്റ് ആഡ് ആക്കിയിട്ട് ഈ ഒരു എനേബിൾ ചെയ്യാനൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ദെൻ ബാക്ക് അടിക്കാം. വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോവുക. പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഓക്കെ, ഈ ഒരു പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സ്ട്രെങ്ത് നമുക്കൊരു 18 ആക്കി കൊടുക്കാം. സോ ഒരു 85 ആക്കി കൊടുക്കാം. ഓക്കെ, 85 ആക്കിയിട്ട് ഈ ഒരു റെഡ്യൂസ് ഫുൾ ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കാം. ദെൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനിലാണ് ഈ ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സൂമിങ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് വീണ്ടും ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് സർക്കുലർ റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസിയുടെ വാല്യൂ 1 ആക്കി കൊടുക്കാം. ഓക്കെ, 1. ശേഷം നമുക്ക് ഈ ഒരു സ്ട്രെങ്ത് എന്നുള്ള കൊടുത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ 0 ആക്കി കൊടുക്കാം. സോ 0 ആക്കിയിട്ട് ഇവിടെ ആയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കുക. ദെൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ ഒരു 300 ആക്കി കൊടുക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വയ്ക്കാം. ദെൻ 300 ആക്കിയിട്ട് ഈ ഒരു ഗ്രാഫ് ഇവിടെ സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ റേഡിയസ് എന്നുള്ള ജസ്റ്റ് ഫുള്ളാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു അടിപൊളി സ്മൂത്ത് ആയിട്ടുള്ള സൂമിങ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് ആഡ് എഫക്റ്റ് കൊടുക്കാം. ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് നമുക്ക് പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാം. പിഞ്ച് ബൾജ് ആഡ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ഫുള്ളായിട്ട് മൈനസ് ആക്കി കൊടുക്കാം. ദെൻ ഒരു ലാസ്റ്റ് എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് ഈ ഒരു സെൻറ്ററിലേക്ക് വന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. ഓക്കെ, 0.0 ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് റെഡ്യൂസ് ഈ ഒരു ഗ്രാഫ് ആഡ് ആക്കിയിട്ട് ഈ റെഡ്യൂസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഒരു 1000 ഒക്കെ ആക്കി കൊടുക്കാം. സോ 1000 ആക്കി കൊടുത്തിട്ട് സെറ്റാക്കി വയ്ക്കാം. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റാക്കി വയ്ക്കുക. ദെൻ നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമുക്ക് വീണ്ടും ഈ ഒരു സർക്കുലർ റിപ്ലൈ എന്നുള്ള ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെങ്ത്തിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത ഈ ഒരു കീ ഫ്രെയിം നമ്മൾ നേരെ നമുക്ക് എൻഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ,
എൻഡിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫ് കൂടെ ആഡാക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ബാക്ക് അടിച്ച് വീണ്ടും ആഡ് എഫക്റ്റ് പോവാം. ആഡ് എഫക്റ്റ് പോയിട്ട് നമുക്കിവിടെ മോഷൻ ബ്ലർ ആഡാക്കി കൊടുക്കാം. മോഷൻ ബ്ലർ ആഡാക്കുക, ജസ്റ്റ് ബാക്ക് അടിക്കുക, ആഡ് എഫക്റ്റ് കൊടുക്കുക, എക്സ്പ്ലോഷൻ ഗാമ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡാക്കാം. ദെൻ നമുക്കിവിടെ ഒരു കീ ഫ്രെയിം ആഡാക്കി സ്റ്റാർട്ടിങ്ങിലേക്ക് പോയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 1 ആക്കി കൊടുക്കാം. ദെൻ ഈ ഒരു ഗ്രാഫ് കൂടെ ആഡാക്കി കൊടുക്കുക. ഓക്കെ, ദെൻ ബാക്ക് അടിക്കുക, ബാക്ക് അടിച്ച് ആഡ് എഫക്റ്റ് കൊടുക്കുക. ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ഗോഷൻ ബ്ലർ ആഡാക്കി കൊടുക്കാം. സോ ഒരു ഗോഷൻ ബ്ലർ ആഡാക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്കും എൻഡിങ്ങൾക്കും ഈ ഒരു ഗ്രാഫ് ഈ ഒരു കീ ഫ്രെയിം കൊണ്ടുപോകാം. ദെൻ സെൻട്രലായിട്ട് 0 ആക്കി കൊടുത്തിട്ട് ഈ ഒരു ഗ്രാഫ് രണ്ടിലും സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു എഫക്റ്റുകൾ ആഡാക്കണം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു റെക്റ്റാങ്കിൾക്ക് ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. സോ ഒരു റെക്റ്റാങ്കിൾ ആഡാക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ജസ്റ്റ് സൂമിങ് ചെയ്ത് ഈ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആഡ് എഫക്റ്റിൽ പോയിട്ട് അതേഴ്സിൽ നമുക്ക് ഈ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ദെൻ ബാക്ക് അടിക്കുക, ആഡ് എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോയിട്ട് വേവ് വാർപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. സോ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കാം. ഫേസിൽ ഫസ്റ്റ് തന്നെ കീ ഫ്രെയിം ആഡ് ആക്കി കൊടുത്തിട്ട് എൻഡിലായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു 64 ആക്കി കൊടുക്കാം. ഒരു 68 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ആംഗിളിൻ്റെ വാല്യൂ ഫസ്റ്റ് തന്നെ നമുക്കൊരു 0 അല്ല -19 ആക്കി കൊടുക്കാം. -19 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കി സ്റ്റാർട്ടിങ്ങിലേക്ക് പോവുക. സ്റ്റാർട്ടിങ്ങിലേക്ക് പോയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് -20 ആക്കി കൊടുക്കാം. ഓക്കെ, -20 ആക്കാം. ദെൻ നമുക്ക് ഈ ഒരു സ്പേസിംഗ് എന്നുള്ള 5 ആക്കി കൊടുക്കാം. സോ 5.9 ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ 3 ആക്കി കൊടുക്കാം. 3.0 ആക്കി കൊടുക്കാം. ദെൻ ഈ ഒരു വാർപ്പ് ആംഗിൾ 19 തന്നെ. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ഇവിടെ ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കീ ഫ്രെയിം ആഡാക്കി ഈ ഗ്രാഫ് ആഡാക്കി കൊടുക്കാം. സോ അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്മൂത്തിന് വേണ്ടി ആഡാക്കി കൊടുക്കാം. ദെൻ നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് ആഡ് എഫക്റ്റ് കൊടുക്കുക. ആഡ് എഫക്റ്റ് കൊടുത്ത് ഫ്രാക്ച്വൽ വാർപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡാക്കി കൊടുക്കാം. ഈ ഒരു എഫക്റ്റ് ആഡാക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു എക്സ് എന്നുള്ളിടത്ത് നമുക്ക് 470 ആക്കി കൊടുക്കാം. 470 ആക്കി കൊടുക്കാം. ദെൻ ഈ ഒരു വൈ എന്നുള്ളിടത്ത് 112 ആക്കി കൊടുക്കാം. 112 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ഈ ഒരു പാരലസ് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 470 ആക്കി കൊടുക്കാം. ഓക്കെ, 470. ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഇവിടെ നമുക്ക് 470 അല്ല, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 116 ആക്കി കൊടുക്കാം. ദെൻ ബാക്ക് അടിക്കാം. 116 അല്ല, ഇവിടെ നമുക്കൊരു 165 ആക്കി കൊടുക്കാം. ഓക്കെ, 165 ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ഇപ്പുറത്തായിട്ട് 200 ആക്കി കൊടുക്കാം. 200 പ്ലസ് ആക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കാം. ദെൻ എൻഡിലേക്ക് വന്നിട്ട് ഈ ഒരു എക്സിൻ്റെ വാല്യൂ നമുക്കൊരു 300 ആക്കി ഈ ഒരു എക്സിൻ്റെ വാല്യൂ നമുക്ക് 300 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ബാക്ക് അടിക്കല്ല, ഈ ഒരു വൈയുടെ വാല്യൂ നമുക്കിവിടെ ഒരു 19 ആക്കി കൊടുക്കാം. -1.19 ആക്കി കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഈ ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം. ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കുറയ്ക്കി കൊടുക്കാം. ഒരു 35 ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് ഈ ഒരു മോഷൻ ബ്ലർ എന്നുള്ള ആഡ് ആക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എഫക്റ്റൊക്കെ കോപ്പി ചെയ്ത് എടുത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിവിടെ വേറെ കട്ട്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
ദെൻ ഇതുപോലെ തന്നെ സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. സോ CC കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്കിത് ജസ്റ്റ് ഫുൾ സ്ക്രീൻ ആക്കാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാണ്. സേവ് ചെയ്താണ് നമ്മുടെ ഈ ഒരു ഗാലറി ഓപ്പൺ ആക്കാം. ഗാലറി ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് എഡിറ്റിൽ നമുക്ക് ഈ ഒരു ക്രോപ്പിൻ്റെ ഓപ്ഷനിൽ ചെന്ന് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള എഡിറ്റിംഗ് വീഡിയോസാണ് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.